ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. വീണ്ടും ദൈവവചനവുമായിട്ട് താണിരിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കിയ ദൈവകൃപയെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് മീഖ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം വായിച്ചു കൊള്ളട്ടെ. മീഖ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം. മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. സർവശക്തിയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ, വചനവുമായിട്ട് തിരുമുൻപാകെ അടിയങ്ങൾ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, വചനത്തിൻ്റെ അത്ഭുത മർമ്മങ്ങളെ കാണുവാൻ തക്കവണ്ണം അടിയങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദയാതൽപരനായിരിക്കാനും ന്യായം പ്രവർത്തിപ്പാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും തക്കവണ്ണം ഹല്ലേലൂയ, ഇന്നത്തെ വചന കേൾവി അടിയങ്ങൾക്കിടയാക്കുമാറാകണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നു. മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അപ്പം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഇതൊക്കെയും വചനം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എന്നാണ് ദൈവവചനം ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഹല്ലേലൂയ. വിഗ്രഹ ആരാധനയും തട്ടിപ്പും വഞ്ചനയും അടിച്ചമർത്തലും ഒക്കെയുള്ള ഒരു കാലത്ത് അന്ന് ജീവിച്ചിരുന്ന ജനം ഹല്ലേലൂയ, ദൈവം മോശയിൽ കൂടെ കൊടുത്ത കൽപ്പനകളും അരുളപ്പാടുകളും അനുസരിച്ചു നടക്കാതെ തെറ്റിപ്പോയി കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, അവർ കുറച്ച് മതപരമായിട്ടുള്ള ആചാരങ്ങളും അതുപോലെയുള്ള അനുഷ്ഠാനങ്ങൾക്കകത്തും മാത്രമായിട്ട് ഒതുങ്ങി നിന്ന് കഴിഞ്ഞപ്പോൾ മീഖ പ്രവാചകൻ ആ ജനത്തോട് സംസാരിക്കുകയാണ്. ദൈവം ഏതിലാണ് പ്രസാദിക്കുന്നതെന്ന്. റേ ഖബാനശ്വര ഗതവസ്തരാജലുതുരകന. ഹല്ലേലൂയ. നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വഴികളിലും നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ, നമ്മുടെ യാത്രകൾക്കകത്ത് അവൻ സ്തോത്രം, ചിലപ്പോൾ നമ്മളൊരു യാത്ര പോകുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ നമ്മളോട് ആരെങ്കിലും സംസാരിക്കുന്നത് ഇന്ന് പോകണ്ട. ഹല്ലേലൂയ. അവൻ സ്തോത്രം. അല്ലെങ്കിൽ ചില വ്യക്തികളെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മളോട് നമ്മുടെ മനസ്സിനകത്തിരുന്ന് ആരോ പറയുന്ന പോലെ തോന്നുന്നു, അവൻ സ്തോത്രം, എത്രയും വേഗം ആ വ്യക്തിയെ പോയി കാണണം. ആമേൻ. റേ ഖബാനശ്വര ഗതവസ്തരാജലുതുരകന. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ മുൻപിൽ വെച്ച് കഴിഞ്ഞാൽ, ഒരു നന്മയും തിന്മയും നമ്മുടെ മുൻപിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഹല്ലേലൂയ, നമ്മൾ ഏത് തെരഞ്ഞെടുക്കണം ഏത് തെരഞ്ഞെടുക്കരുത് എന്ന് ദൈവം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദ്യ പിതാവായിട്ടുള്ള ആദം ഹവ്വയും ഹല്ലേലൂയ അവർ പാർത്തിരുന്ന ആ ഏദൻ തോട്ടത്തിനകത്ത് ഹല്ലേലൂയ എന്ത് ഭക്ഷിക്കണം എന്ത് ഭക്ഷിക്കരുതെന്ന് വരെയും ഹല്ലേലൂയ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹെല്ലബാന ദർഖന ഹസ്തരാജല തുരകന. നിങ്ങൾ ഇന്ന വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നതൊക്കെയും നിങ്ങൾക്ക് കഴിക്കാം. ഹേലി ഗബാനശ്വരകരവസ്. അപ്പോൾ നല്ലത് എന്താണ് എന്ന് ആമേൻ പലപ്പോഴും ദൈവം നമുക്ക് കാണിച്ചു തരും. പക്ഷെങ്കിൽ നമ്മൾ അതിനെ തിരഞ്ഞെടുക്കുവാൻ തയ്യാറാകാത്തത് കൊണ്ട് നമ്മൾ തെറ്റുകളിലേക്ക് അകപ്പെട്ടു പോകുവാനായിട്ട് ഇടയായിത്തീരുന്നു. ആദമും ഹവ്വയും ആമേൻ സ്തോത്രം ഇന്നതേ കഴിക്കാവെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇന്നത് കഴിക്കരുതെന്ന് പറഞ്ഞ ആ ദൈവകൽപ്പന കേൾക്കുവാനായിട്ട് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഹല്ലേലൂയ, അവർ തെറ്റുകളിലേക്ക് പോകുവാനായിട്ട് ഒരിക്കലും ഇടയാകത്തില്ലായിരുന്നു. ഹ്രീ ഗവാനശ്വരക എന്നതുപോലെ നമ്മുടെ മുൻപിലും ഹല്ലേലൂയ അന്ന് മുതൽ ഇന്ന് വരെയും വരുന്ന ഓരോ തലമുറയുടെ മുൻപിൽ ഈ വിശുദ്ധ വചനം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഹല്ലേലൂയ, ഈ ലോകത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്കകത്ത് നിങ്ങൾ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ, നിങ്ങൾ കുടുക്കപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഹല്ലേലൂയ ഒരിക്കലും ഒരുപക്ഷെ നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയാത്ത രീതിയിൽ
നിങ്ങൾ അകപ്പെട്ടു പോകുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ടൊരു ദൈവ പൈതൽ ആമേൻ സ്തോത്രം എപ്പോഴും എല്ലാ കാര്യങ്ങളും സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് വേണം നടക്കുവാനെന്ന് വചനം പലപ്പോഴും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഹർബീയനശ്വരഗതവസ്തുര. അപ്പം ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും യാഗങ്ങളിലും ഒന്നുമല്ല ദൈവം പ്രസാദിക്കുന്നതെന്ന് അന്നത്തെ മനുഷ്യരോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു പ്രവാചകനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഹേരീബനാശ്വരഗതവസ്തുര. അപ്പം ദൈവം കൊടുത്ത ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഹല്ലേലൂയ ആമേൻ എന്താണ് ദൈവത്തിന് ഇഷ്ടമുള്ളത്? ആമേൻ സ്തോത്രം. ദൈവം എന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? മനുഷ്യ നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ആമേൻ സ്തോത്രം. എന്താണ് നല്ലതായിട്ടുള്ള 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ന്യായം പ്രവർത്തിപ്പാനും ദയാ തൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? വളരെ നിസ്സാരമായിട്ടുള്ള 3 കാര്യങ്ങളെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ നമ്മോട് സംസാരിക്കുന്നത്. നിന്നോട് എന്താണ് യഹോവ ചോദിക്കുന്നത്? ആമേൻ സ്തോത്രം. ലക്ഷക്കണക്കിന് രൂപ നിന്നോട് ചോദിച്ചോ, അല്ലെങ്കിൽ കിലോ കണക്കിന് സ്വർണം ചോദിച്ചോ? ഹർബിയനശ്വര ഗതവസ്തരാജില. അല്ലെ ഏക്കർ കണക്കിന് വസ്തുവാണോ ചോദിച്ചത്? ലീ ഗബാന ശന്തേ റിഗല ഹസ്തരാജലധുരകന. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നത് എന്താണ് എന്ന് വളരെ ലളിതമായ രീതിയിൽ ആമേൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ വ്യക്തമാക്കുകയാണ്. റീ ഖബാനശ്വര ഗതവസ്തുര. ഈ വലിയ വലിയ സാധനങ്ങൾ ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് പല വിധത്തിലുള്ള നേർച്ചകളും കാഴ്ചകളും നമ്മൾ കഴിക്കുന്നവരാ. ആമേൻ സ്തോത്രം. നേർച്ചകളും കാഴ്ചകൾക്കും അപ്പുറത്തായിട്ട് ഹല്ലേലൂയ ഇത് വ്യത്യസ്തമായ രീതിയിൽ ഇഷ്ടിക ചുമന്നുകൊണ്ട് പോകുന്നത്, മുട്ടയിലെടയുന്നത്, ഹർബി എനസീതരകന ഉരുണ്ട് ആമേൻ ആലയത്തിന് ചുറ്റും നടക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നടന്ന് ആമേൻ ചില ദേവാലയങ്ങൾക്ക് അകത്തോട്ട് ചെല്ലുന്നത്, ഇതൊക്കെയും ഒരു നേർച്ചയാണ്. ഹല്ലബാന. ദൈവം പ്രസാദിക്കും. ഹല്ലേലൂയ. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്നവരെ പ്രസാദിക്കും. ആമേൻ. ഇങ്ങനെ വ്യത്യസ്തമായ കാഴ്ചപ്പാടോടുകൂടെ ജീവിക്കുന്ന ജനത്തിന് കൊടുക്കുന്ന ശക്തമായിട്ടുള്ള ഒരു ദൂതത്രേ ആമേൻ ഇവിടെ മീഖാ പ്രവാചകനിൽ കൂടെ നമ്മളോട് സംസാരിക്കുന്നത്. നിന്റെ വലിയ വലിയതായിട്ടുള്ള നേർച്ചയും കാഴ്ചയും ഹല്ലേലൂയ അതുപോലെയുള്ളതായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് ആവശ്യമുള്ളത് വളരെ ലളിതമായിട്ടുള്ള 2-3 കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ഈ 2-3 കാര്യങ്ങൾ ഹല്ലേലൂയ ആമേൻ വളരെ നിസ്സാരമെന്ന് ആമേൻ നമുക്ക് തോന്നുമ്പോൾ ഹെർബി അനശ്വര ഗതവസ്ത്ര പാലിക്കപ്പെടുവാനായിട്ട് അത് പാലിക്കേണ്ടതാണ്. റീഖബാനശ്വര ഗതവസ്തേ റിഗലഹസ്തര. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ മരണം വരെ ആമേൻ നമ്മളെ ഒന്ന് ക്രമീകരിക്കത്തക്ക നിലവാരത്തിൽ ആമേൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ദൈവവചനം ഇവിടെ നമ്മോട് സംസാരിക്കുന്നത്. ഒത്തിരി സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. അയ്യോ നമ്മൾ ചോദിക്കുക, അയ്യോ ഇത്രേ ഉള്ളോ? കബാനശ ഇതിനാണോ വലിയ പ്രയാസം? ഇത് ചെയ്യുന്നതിന് എന്തോ കുഴപ്പം? ഹല്ലേലൂയ. ഒരു 5 മിനിറ്റ് ഒരു കോപിക്കാതിരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടക്കത്തില്ല. ഒരു 5 മിനിറ്റ് വേറൊരാളുടെ കുറ്റം പറയാതിരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടക്കത്തില്ല. ഹല്ലേലൂയ. ഒരു 5 മിനിറ്റ് ഇതുപോലെയുള്ള നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഒരു 5 മിനിറ്റ് നമുക്ക് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റാത്ത ഇടത്ത് ഈ കൽപ്പനകൾക്കൊക്കെ വളരെ വലിയ അതിൻ്റെ ആഴമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആകെ തൂക്കമെന്ന് പറയുന്നത് വളരെ വലുതാണ്. എന്താകുന്നു? നീ എന്താണ് പ്രവർത്തിക്കേണ്ടത്? അല്ലെന്നുണ്ടെങ്കിൽ നല്ലതായിട്ടിരിക്കുന്നത് എന്താണ്? അതാണ് ഞാൻ നിന്നോടിപ്പോൾ പറയുവാനായിട്ട് പോകുന്നത്. 1, ന്യായം പ്രവർത്തിക്കണം.
ഹല്ലേലൂയ. ന്യായം പ്രവർത്തിക്കുക, ന്യായം ദേശത്തു നിന്ന് ഇന്ന് മാറിപ്പോയിരിക്കുകയാണ്. ഹ്രീ ഗബിയല സീതറഹന, അനാഥനും ദരിദ്രനും ആമൻ സ്തോത്രം ഹല്ലേലൂയ അങ്ങനെയുള്ളവർക്കൊക്കെ ആമൻ ചോദിക്കാനും അവരുടെ കൂടെ നിൽക്കുവാനും ആരുമില്ലാതെ അവരെ ഒരു വശത്തേക്ക് മാറ്റിക്കളയുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ധനവാനും ദരിദ്രനും തമ്മിലൊരു വ്യവഹാരമുണ്ടായാൽ ഹല്ലേലൂയ റീ ബനശ്വര ഗർവസ്ത്ര ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നത് ആമേൻ ന്യായം ഇരിക്കുന്നത് ദരിദ്രന്റെ പക്ഷത്താണെങ്കിൽ ദൈവ പൈതലെ നീ ആ ദരിദ്രന്റെ കൂടെ ചേർന്ന് നിൽക്കണമെന്നാണ്. റേഖബാനശ്വരകരവസര ഇന്ന് അങ്ങനെയാണോ നടക്കുന്നത്? കയ്യൂക്കുള്ളത് ആരാണോ അവനാണ് കാര്യക്കാരൻ എന്നാണ്. ഹറിബിയനസ് അത് അക്ഷരം പ്രതി ഇന്ന് ലോകത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. റേഖബാന ദറഖന നിയമങ്ങൾ അവൻ കാശുള്ളവന്റെ പക്ഷത്താണ്. ഹറബിയനസ് ദറഖന ഹസ്തരാജര സ്വന്തക്കാരും ബന്ധുക്കാരും അവൻ കാശുള്ളവന്റെ പക്ഷത്താണ്. റേഖബ ലഖന ദഹസ്തരാജല ദുരകന ഹല്ലേലൂയ സഭയും സഭയുടെ നേതൃത്വ സ്ഥാനങ്ങളും ഒക്കെ ആമേൻ സ്തോത്രം ധനവാന്റെ പക്ഷത്താണ് നിൽക്കുന്നത്. ലേഖബാന സന്ദേ റികലഹസ്തരാജല ദുരകന ഒരു വിഭാഗത്തിൽ താഴെ കിടക്കുന്നവരെ കേൾക്കുവാനോ കാണുവാനോ ആമേൻ സ്തോത്രം ആളില്ലാതെ ആമേൻ അവരൊക്കെ ഭാരപ്പെടുന്ന സമയത്ത് ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ ന്യായം പ്രവർത്തിക്കണം. ഹല്ലേലൂയ ആമേൻ സ്തോത്രം നീ നിന്നോട് തന്നെ ഒന്ന് ചോദിക്കണം, ഞാൻ ചെയ്യുന്നത് ന്യായമാണോ? ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിനകത്ത് ഇതുവരെയുള്ള ദിവസങ്ങളിൽ എനിക്ക് എന്തെങ്കിലും ഒരു ന്യായം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്? എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ആയിരിക്കുന്ന മേഖലകൾ, എൻ്റെ കുടുംബത്തിൽ ഹല്ലേലൂയ എൻ്റെ സമൂഹത്തിൽ എൻ്റെ സഭയിൽ റീ ഗബയശ്വര ഗതവസ്തരാതിൽ തുരകന ഞാൻ ഏർപ്പെടുന്ന പ്രവർത്തന മേഖലകളിൽ ഞാൻ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും ന്യായമുണ്ടോ, ന്യായമായ പ്രവർത്തികളുണ്ടോ എന്ന് നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടുന്ന സമയമാണ്. റേഖബാനശ്വരകരവസ്തരാതിൽ തുരകന ന്യായം പ്രവർത്തിപ്പാനും ഇതൊക്കെ പറയാനായിട്ടുള്ള ഒരു സാധനമല്ല, നമ്മൾ പ്രവർത്തിക്കാനായിട്ടുള്ളതാണ്. റേഖബാശ്വര ഗതവസ്തേ റികലഹസ്തര അവൻ്റെ പക്ഷത്തായിരുന്നു ന്യായമെന്ന് ഇങ്ങോട്ട് മാറി നിന്ന് പറയുവാനായിട്ടല്ല. ആമേൻ സ്തോത്രം ധൈര്യപൂർവ്വം അവിടെ ചെന്ന് നിന്നിട്ട് ഹല്ലേലൂയ ആമേൻ സ്തോത്രം നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ട് പറയുവാനായിട്ട് നാം തയ്യാറാകണമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ലേഖബാനശ എൻ്റെ ഭവിഷ്യത്തുകളോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്നതായിട്ടുള്ള ആ തെറ്റിദ്ധാരണകളോ ഒന്നും നമ്മൾ ഓർക്കേണ്ട കാര്യമില്ല. ഹറബി ഒരു ദൈവ പൈതലാണോ നീ ന്യായത്തിന് കൂട്ടുനിൽക്കണം. ഹേറബനശ്വരകര വലിയൊരു വ്യവസ്ഥയാണ്. ആമൻ സ്തോത്രം ഈ വ്യവസ്ഥ നമുക്ക് പാലിക്കപ്പെടുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? വളരെ ലളിതമായിട്ടുള്ളതാണ്. നീ ന്യായം പ്രവർത്തിക്കുന്നവനായിരിക്കണം, നീ ന്യായത്തിന് കൂട്ടുനിൽക്കണം. ഹല്ലേലൂയ നീ ന്യായത്തെ മറന്ന് പ്രവർത്തിക്കുന്നവനാകരുത്. നിന്റെ ജീവിതത്തിലെ എല്ലാ ഇടപാടുകൾക്കകത്തും നേരോടും വിശ്വസ്തയോടും ന്യായത്തോടും കൂടെ ഹല്ലേലൂയ നിന്റെ പ്രവർത്തികൾ ചെയ്തെടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കണമെന്ന് ദൈവവചനം ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ ലീ ഗബനശ്വര ഗതവസ്തേ റികൽഹസ്തരാജല തുരകന മനുഷ്യ നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ആ കാണിച്ചു തന്നിരിക്കുന്നതിൽ ഒരു നല്ലതെന്ന് പറയുന്നതാണ് ന്യായം പ്രവർത്തിക്കുക എന്നുള്ളത്. റീ ഗബി എനസീത രഹന ഹസ്തരാതില ഈ ന്യായം പ്രവർത്തിച്ച് അല്ലെങ്കിൽ വിശ്വസ്തരോട് കിടക്കുന്ന നേരോടുകൂടെ നടക്കുന്ന അല്ലെ ആരോടും ഒന്നും മിണ്ടാതെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഒരു സൈഡിൽ കൂടെ പോകുന്ന നീതിപൂർവം ജീവിക്കുന്ന വ്യക്തികളൊക്കെ പലപ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോവുകയാണ്. ഹല്ലേലൂയ അവർക്ക് കൂടെ നിൽക്കാനോ കൊട പിടിക്കാനോ ആമേൻ സ്തോത്രം ഹല്ലേലൂയ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനോ ഒന്നും ഈ ലോകത്തിൽ ആരും കാണത്തില്ല. അവർ പലപ്പോഴും ഏകരായിട്ടാണ് പോകുന്നത്. എന്നാലും ദൈവ പൈതലേ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ജീവിതത്തിൽ നീ ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആമേൻ നിന്നെ ചേർത്ത് കൊള്ളാമെന്ന് പറഞ്ഞ ഒരു സ്വർഗത്തിലെ ദൈവം നിന്നോട് കൂടെയുണ്ട് എന്ന് വചനം നമുക്ക് ഉറപ്പ് തരികയാണ്. എനിക്ക് ആശ്രയമാരുണ്ട്. ഹല്ലേലൂയ ഞാൻ എങ്ങോട്ട് പോകും? ഹല്ലേലൂയ ഞാൻ ഇനി എന്ത് ചെയ്യും? ഹല്ലേലൂയ എൻ്റെ വഴികൾ അടഞ്ഞുപോയല്ലോ.
ആമേൻ സ്തോത്രം. ഇങ്ങനെ ആമേൻ സ്തോത്രം ന്യായം പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ആമേൻ നീ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ അവൻ നീതിയുള്ള ന്യായാധിപതിയാ. അവൻ നീതിയോടും ന്യായത്തോടും കൂടെ വ്യവഹരിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ അവൻ നിനക്ക് കൂട്ടായിട്ടുണ്ട് എന്ന് വചനം നമ്മളോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ നല്ലത് എന്തെന്ന് കാണിച്ചു തരുമ്പോൾ പലപ്പോഴും നമുക്ക് ആ നല്ലത് തിരഞ്ഞെടുക്കാനായിട്ട് ഈ ഇന്നത്തെ ലോകത്തിൽ ഒരുപാട് മടിയാണ്. ഹല്ലേലൂയ നമ്മൾ കാണുന്ന നല്ലതെന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ചില കാര്യങ്ങളാണ്. ആ നല്ലത് തേടിയാണ് നമ്മൾ പലപ്പോഴും പോകുന്നത്. ഹല്ലേലൂയ അങ്ങനെയുള്ള ഒരു നല്ലത് തേടി പോകുമ്പോൾ ആ നല്ലതെന്ന് പറയുന്നത് ദൈവ വിഷയപരമായിട്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ നല്ലതല്ല എന്ന് വചനം നമ്മളോട് വ്യക്തമായിട്ട് സംസാരിക്കുന്നു. രേഖീബനസീതരഘന നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മളെ ഒന്ന് ശോധന ചെയ്ത് തുടങ്ങുവാനായിട്ട് തയ്യാറാകുമോ? ലേഖബാനശ്വരഗതവസ്തര എൻ്റെ ഇത്രയും വയസ്സിനിടയ്ക്ക് ഹല്ലേലൂയ ആമേൻ സ്തോത്രം കർത്താവെ ഞാൻ ചെയ്തതിനകത്തൊക്കെ എന്തെങ്കിലും ന്യായമുള്ള പ്രവൃത്തി ഉണ്ടായിരുന്നോ എന്നുള്ളത് പലപ്പോഴായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടുന്നതായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദയാ തൽപരനായിരിക്കാൻ. ഹല്ലേലൂയ നമ്മൾ ദയയുള്ളവരായിട്ട് മാറണം. ഹെരബാനശ്വര ഗതവസ്തേ റിഗലഹസ്തര കരുണയുള്ളവരായിട്ട് മാറണം. ഹെരബാനശ്വര ഗതവസ്തര അത് നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയാണ്. ഹല്ലേലൂയ നീ ദയയുള്ളവനായിട്ട് മാറണം, നീ കരുണയുള്ളവനായിട്ട് മാറണം. തന്നെ ക്രൂശിക്കാൻ പിടിച്ചവരോട്, തൻ്റെ മാറത്ത് കുത്തിയവരോട്, ഹല്ലേലൂയ തന്നെ ചാട്ട കൊണ്ടടിച്ചവരോട്, ആമേൻ സ്തോത്രം ആണികളും മുള്ളുകളും ഒക്കെ കുത്തി തറച്ചവരോട്, ഹല്ലേലൂയ ദയ കാണിച്ച ദൈവം, കരുണ കാണിച്ച ദൈവം, ഒരു കള്ളനെ പോലും ഹല്ലേലൂയ സ്വീകരിപ്പാൻ തയ്യാറായ ദൈവം. ഹല്ലേലൂയ ദൈവം നമ്മുടെ ഏറ്റവും നല്ല മാതൃകയാണ്. ദയ കാണിക്കണമെന്ന് ആമേൻ സ്തോത്രം ദയാ തൽപരനായിരിക്കണം. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ആമേൻ സ്തോത്രം ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ആമേൻ സ്തോത്രം നമുക്കുണ്ടാക്കേണ്ട ഏറ്റവും വലിയൊരു ഭാവമാണ് ദയാ തൽപരനായിരിക്കുക. ഒരാളൊരു കാര്യം ചോദിച്ചാൽ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ ദയാ തൽപരനായിരിക്കണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ദയയെ സ്നേഹിക്കുവാനായിട്ട് പഠിക്കണം. ഹല്ലേലൂയ ഒരു സാധനത്തോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അതിനകത്തുള്ള പ്രവൃത്തികൾ നമുക്ക് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു ടീച്ചറാകുവാനായിട്ട് ഇഷ്ടമല്ലാതിരുന്ന ഒരു വ്യക്തിയെ ആമേൻ സ്തോത്രം ഇന്നടത്ത് ജോലി കിട്ടും അല്ലെങ്കിൽ ഇത്ര രൂപ ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞ് ആമേൻ അവർക്കിഷ്ടമില്ലാത്ത മേഖലയിൽ ആ ടീച്ചിങ് പ്രൊഫഷൻ പഠിപ്പിച്ച് കുഞ്ഞുങ്ങളുടെ മുൻപിലോട്ട് ഇറക്കി വിടുമ്പോൾ അവർക്ക് പഠിക്കാനായിട്ടുള്ള ബുദ്ധിയുണ്ട്, പക്ഷെങ്കിൽ അവർക്കത് കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കാനായിട്ടുള്ള കഴിവില്ല. അവർക്ക് ഒരുപാട് ഡിഗ്രി എടുത്തിട്ടുണ്ടായിരിക്കാം, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, പക്ഷെ കുഞ്ഞുങ്ങളിലോട്ട് ഇത് പകർന്നു കൊടുക്കുവാനായിട്ട് പറ്റാതെ ആ കുഞ്ഞുങ്ങൾ മറ്റ് സ്ഥലങ്ങൾ തേടി പോകേണ്ടതായിട്ട് വരുന്നു. ഒരു ഡോക്ടറായിട്ട് തീരുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആതുര ശുശ്രൂഷ എന്ന ആ സേവനത്തെ സ്നേഹിക്കാൻ പറ്റാതെ ആമേൻ ഒരു ഡോക്ടറായിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഇന്നടത്തൊക്കെ സ്ഥാനമുണ്ട്, ആമേൻ എനിക്ക് ഇത്ര രൂപ ശമ്പളം കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു ബഹുമാനം കിട്ടും എന്നുള്ള ഒരു ചിന്താഗതിയോട് കൂടെ ആ പ്രൊഫഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ
ഹല്ലിബന സീതരഖന ഹസ്തരാജല ദുരകന. ആമേൻ ഹാലലുയ. നമ്മുടെ അടുക്കലേക്ക് വരുന്നതായിട്ടുള്ള രോഗികൾ പറയും, ഹാലലുയ, ഇനി ഇവരുടെ അടുക്കൽ പോകത്തില്ല. ആമേൻ സ്തോത്രം. അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക, അവരുടെ അടുക്കൽ പോകരുത്. ആമേൻ. അവർ കാശ് വാങ്ങിക്കാനായിട്ട് മാത്രം ഇരിക്കുന്നതാ. ഹല്ലി ഗബാൻ. അതായത് നമുക്കിഷ്ടമില്ലാതെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന മേഖല. അപ്പം ദയ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ, ദയാ തൽപരനായിരിക്കുക എന്ന് പറയുമ്പോൾ, ദയയെ സ്നേഹിച്ചെങ്കിൽ മാത്രമല്ല, ദയെന്ന് പറയുന്ന ആ ഒരു ഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് ദയവോടുകൂടെ പെരുമാറാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു ആക്സിഡൻറ്റ് നടക്കുമ്പോഴേ ഹാലലിയ പലരും ഫോട്ടോ എടുക്കുകയാണ്, ഇന്ന് സെൽഫി എടുത്ത് ആമേൻ ഉടനെ ഇടുക, റീ ഗബാശര ഗതവസ്തര. എന്നാൽ അതിന് പകരമായിട്ട് ആമേൻ അതിനേക്കാൾ ഉപരിയായിട്ട് ആ കിടക്കുന്ന ആളിനെ ഒരു സഹായം ചെയ്യുവാനായിട്ട് ലഖന സീതരഖന. ആമേൻ സ്തോത്രം. അപ്പം നമ്മുടെ അകത്തിരിക്കുന്നതായിട്ടുള്ള ആ ഭാവം ഹറിബിയന യഥാർത്ഥമായിട്ട് ദയ കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയമാണ് നമ്മിലുള്ളതെങ്കിൽ മാത്രമേ നമുക്ക് ദയാതൽപരനായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ലഖാബി അനശ്വര ഗതവസ്തരാജലതുരകന. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നല്ലത് എന്ന് തോന്നുന്നത് ദൈവം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നതിൽ ഒന്ന്. രണ്ടാമത്തേത് ആമേൻ സ്തോത്രം, നീ ദയാതൽപരനായിരിക്കണം. ഹല്ലേലൂയ. ഒന്നാമത്തേത് നീ ന്യായം പ്രവർത്തിക്കണം. രണ്ടാമത്തേത് നീ ദയാതൽപരനായിരിക്കണം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മറ്റുള്ളവരോട് കരുണ ചെയ്യുന്നവനായിരിക്കണം. ഹല്ലേലൂയ. അത് നിന്റെ ജോലിക്കാരോടായാലും ആമേൻ സ്തോത്രം, നീ പോകുന്ന മേഖലകളിലായാലും ചെല്ലുന്ന ഇടങ്ങളിലായാലും ആമേൻ ആരുമായിട്ടൊക്കെ നീ ബന്ധപ്പെടുന്നുവോ അവരോടൊക്കെ ദയാപൂർവമായിട്ടുള്ളൊരു പെരുമാറ്റം നമുക്ക് ആവശ്യമാണ്. നമ്മളൊക്കെ ഒത്തിരി സീരിയസ് ആയിട്ട് ഒരു ആശുപത്രിയിൽ കിടക്കുകയാണെന്ന് വിചാരിച്ചു. റേഖബാനശ്വര ഗതവസ്തരാജലതുരകന. നമ്മുടെ വേദനയെന്ന് പറയുന്നത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഇപ്പം നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാൽ മതിയെന്ന് തോന്നുന്ന ഒരു നിലവാരത്തിൽ നിൽക്കുന്ന സമയത്ത് ആമേൻ സ്തോത്രം, നമ്മെ ശുശ്രൂഷിക്കാൻ വരുന്ന നേഴ്സുമാരോ ഡോക്ടർമാരോ ആരെങ്കിലും വന്നിട്ട് ഹല്ലേലൂയ അടങ്ങിക്കിടക്ക അല്ലെങ്കിൽ മിണ്ടാതിരിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലഖാബനശ്വരകൻ, നമുക്ക് ഈ വേദനയോടുകൂടെ ആമേൻ സ്തോത്രം അവരുടെ ഈ പറച്ചിൽ കൂടെ വരുന്നതായിട്ടുള്ള വേദന ഇരട്ടിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഈ ദിവസങ്ങളിൽ ആമേൻ സ്തോത്രം ഞാനും ഇങ്ങനെയൊക്കെ ഹോസ്പിറ്റലുകളിലൊക്കെ കൂടെ കയറി പോകുന്നത് കൊണ്ട് ആമേൻ റേഖി ബനശ്വര ഗതവസ്തേ റിഗലഹസ്തരാജലതുരകന. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഡോക്ടറും നേഴ്സും ഒന്നും അല്ലെന്നുണ്ടെങ്കിൽ ആമേൻ വാതുക്ക നിൽക്കുന്നവർ മുതൽ അങ്ങോട്ട് അകത്തോട്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാരും റേഖബാന ഈ വേദന എടുത്ത് വരുന്ന ജീവിതങ്ങളോട് ആമേൻ നോക്കുന്നതും എടുക്കുന്നതും ഹല്ലേലൂയ ഏതാണ്ട് നികൃഷ്ട ജീവികളെ നോക്കുന്നത് പോലെയാണ്. റേഖബാനശ്വര ഗതവസ്തരാജലതുരകന. ഇവരുടെ എല്ലാ സംസാര രീതികളെന്ന് പറയുന്നത് വളരെ മനുഷ്യരെ വേദനിപ്പിക്കുന്ന തരത്തിലാണ്. ഹറിബിയനശ്വരഗതവസ്തരാജലതുരകന. ഹല്ലേലൂയ. അപ്പം ദയ കാണിക്കുക എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ഒരു ജോലി കിട്ടിയത് കൊണ്ട് ദയ കാണിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഹൃദയത്തിനകത്ത് ആമേൻ സ്തോത്രം ദൈവസ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ഈ ദയ നമുക്ക് പുറത്തോട്ട് കൊണ്ടുവരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. റേഖബാനശ്വരഗതവസ്തര. ദയ കാണിക്കുക എന്ന് പറയുമ്പോൾ ദയോടുകൂടെ ഒരു നോട്ടം നോക്കുവാനായിട്ടല്ല ആമേൻ, അത് നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ വെളിവാക്കുവാനായിട്ട് നമുക്ക് കഴിയണമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അടുത്തത് പറയുന്നത് നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ദൈവസന്നിധിയിൽ താഴ്മയോടുകൂടെ നടക്കുക. ഇന്ന് ഈ ലോകത്ത് നഷ്ടപ്പെട്ട ആ ഏറ്റവും വലിയ ഒരു സ്വഭാവ ഗുണമാണ് താഴ്മ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. പണ്ടൊക്കെ നമ്മുടെ പ്രായത്തിൽ കൂടിയവർ ഹല്ലേലൂയ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ വീടുകളിലോട്ടൊക്കെ വരുമ്പോൾ ആമേൻ സ്തോത്രം അവിടെയൊക്കെ ഇരിക്കുന്നതായിട്ടുള്ള നമ്മളൊക്കെ എഴുന്നേൽക്കുകയും ഒരു കർട്ടന് പുറകിലോ കതകിന് പുറകിലോ ഒക്കെ മറിഞ്ഞ് നിന്ന് അവരെ നോക്കുകയും വർത്താനം പറയുകയും ചെയ്യുന്ന ഒരു കാലം നമ്മുടെ മുൻപിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ മനുഷ്യരെ ഭയമുള്ള ഒരു കാലമുണ്ടായിരുന്നു, ദൈവത്തെ ഭയമുള്ള ഒരു കാലമുണ്ടായിരുന്നു. ആ കാലങ്ങളൊക്കെ മാറിയിട്ട് ഹല്ലേലൂയ
ഹല്ലേലൂയ. ഒരു മുതിർന്നവർ നമ്മുടെ വീട്ടിൽ വന്നാൽ പോലും എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആമേൻ സ്തോത്രം നമ്മൾ വളർന്നു. റെക്കബിയനസീതരകന, താഴ്മ നഷ്ടപ്പെട്ട ഒരു ജനം വസിക്കുന്ന ഇടത്താണ് ഇന്ന് നമ്മൾ താമസിക്കുന്നത്. ദൈവസന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും, ദൈവസന്നിധിയിൽ എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ കയറി ചെന്ന് താഴ്മയോടുകൂടെ നടക്കുവാനായിട്ട് സാധിക്കുമോ? ഹല്ലേലൂയ, ഇല്ല. അവൻ നമ്മളായിരിക്കുന്ന ഇടത്ത് എവിടെയാണോ അവിടെ നമ്മുടെ ദൈവം ഉണ്ട് എന്ന് നമുക്കൊരു ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് താഴ്മയോടും വിനയത്തോടും കൂടെ നടക്കണം. ഹേരബനശ്വര, അത് എല്ലാ കാര്യത്തിനകത്തും നമ്മുടെ പ്രവൃത്തിയിൽ താഴ്മ വേണം. ഹല്ലേലൂയ, നമ്മുടെ ഇരിപ്പിൽ, നോട്ടത്തിൽ, ആമേൻ സ്തോത്രം, ചിന്തയിൽ എല്ലാം ദൈവം ആമേൻ ഇതെല്ലാം കാണുന്നുണ്ടോ എന്നുള്ളൊരു ബോധത്തോടു കൂടെ വേണം നാം നടക്കുവാന്. ആമേൻ സ്തോത്രം, തത്തി നടക്കുന്നതും, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, വേഷഭൂഷാദികൾ റീഖബിയനസീതരകന, നമുക്ക് ചേരാത്ത രീതിയിലുള്ള, ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, രക്തം ജയമെടുക്കട്ടെ, നമ്മുടെയൊക്കെ നാടുകളിൽ ഒരു ക്ലൈമറ്റ് ഉണ്ട്, ഹല്ലേലൂയ. അത് മഴ വരും, ഹല്ലേലൂയ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ചൂടായിരിക്കും. ഒരു AC മുറിയിൽ ധരിച്ചു കൊണ്ട് പോകുന്ന ഡ്രസ്സുകൾ നമുക്ക് പറ്റത്തില്ല, ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒരു നമ്മുടെ റൂമിൽ നിന്ന് കാറയിലോട്ട് കയറി വീണ്ടും ചെന്ന് വേറെ റൂമിലോട്ട് കയറി, അന്നേരം നമുക്ക് ഏത് ഡ്രസ്സ് തരത്തിലുള്ള ഇട്ട് കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. AC-ക്കകത്തോട്ട് ചൂടില്ല, നമ്മുടെ ഇട്ടേക്കുന്നതായിട്ടുള്ള മുഖത്ത് ഇട്ടേക്കുന്നതായിട്ടുള്ള മേക്കപ്പുകളൊന്നും ഒലിച്ചു പോകത്തില്ല. അതേസമയം നമ്മുടെ ഇവിടുത്തെയൊക്കെ കാലാവസ്ഥയിൽ അങ്ങനെയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു കോമാളി വേഷം കിട്ടുന്നത് പോലെയാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ താഴ്മയോടെ നടക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകൾക്കകത്തും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പുള്ളപ്പോൾ ആമേൻ സ്തോത്രം, ആ ദൈവസന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. ഈ ദേശം വിട്ട് വേറെ ദേശത്തോട്ടൊന്നും പോകണ്ട. റെക്കി ബനഷ, നീ എവിടെ ആയിരിക്കുന്നു അവിടെ നിന്റെ ദൈവമുണ്ട് എന്ന് ഉറപ്പ് നിനക്കുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ മുഴുവൻ കാര്യങ്ങൾക്കകത്തും ആമേൻ സ്തോത്രം താഴ്മയോടുകൂടെ നടക്കുവാനായിട്ട് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമ്മളിൽ നിന്ന് വലിയ കാര്യങ്ങളൊന്നുമല്ല ആവശ്യപ്പെടുന്നത്. ഹറിബിയനക്ഷരഗതവസ്തരാജലുധുരകന, വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത്. താഴ്മ എന്നത് അവൻ ഒരാളും കൂടെ ചേർന്നുമ്പോൾ, വഴക്കുണ്ടാകുമ്പോൾ ഒരാൾ പിന്മാറുന്നത് നമ്മൾ ചെറുതായി പോകുന്നതായിട്ടൊന്നും നമ്മളെ കണക്കാക്കണ്ട. നമ്മൾ ദൈവസന്നിധിയിൽ ഒരു വിനയമുള്ളത് കൊണ്ടാണ് ആ സാരമില്ല അവൻ എന്തേലും പറയട്ടെന്ന് പറഞ്ഞ് പിന്മാറിപ്പോകുന്നത്. അപ്പം താഴ്മ നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയും അഹങ്കാരം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുമ്പോൾ, ദൈവ പൈതലെ, നമുക്ക് ഇതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? നീതി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദയാതൽപരനായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? താഴ്മയോടുകൂടെ നമുക്കൊന്ന് നടക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. വെളിയിലോട്ട് ഇറങ്ങുമ്പോഴേ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലോട്ട് ചെല്ലുമ്പോൾ മാത്രം ഞാൻ നല്ല പിള്ളയാന്ന് ചമഞ്ഞിരിക്കുന്ന ആ ഒരു ഭാവമല്ല. നമ്മൾ ഏകരായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഇത് പ്രാവർത്തികമാക്കണമെന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമുക്ക് കാണിച്ചു തന്ന 3 കാര്യങ്ങളാണ്. നീ ന്യായം പ്രവർത്തിക്കുന്നവനായിരിക്കണം, നീ ദയയുള്ളവനായിരിക്കണം, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ താഴ്മയോടുകൂടെ നടക്കണം. ഹേറബന, അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? യാഗം വേണ്ട, ആമേൻ സ്തോത്രം, സ്വീകരണങ്ങൾ വേണ്ട, കൊടിത്തോരണങ്ങൾ വേണ്ട, ഹർബീയന പടക്കം വേണ്ട, ലീ ഗബാശരഗതവസ്തേ റിഗലഹസ്തരാജലധുരകന ധീരം ധനക്ഷരാജലധുരകന. ഹല്ലേലൂയ. ഇതൊന്നും നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള 3 കാര്യങ്ങൾ. നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റുവാനായിട്ട് തയ്യാറാണോ? നമ്മെ ഒന്ന് മാറ്റുവാനായിട്ട് തയ്യാറാണോ? ദൈവസന്നിധിയിൽ വിനയപ്പെടുവാനായിട്ട് തയ്യാറാണോ? നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവേ, എന്നെ മുഴുവനായിട്ട് നിന്റെ കരങ്ങളിൽ തരുന്നു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ന്യായം പ്രവർത്തിക്കുകയും ദയാതൽപരനായിരിക്കുകയും, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ താഴ്മയോടുകൂടെ നടപ്പാനുമായിട്ട് എന്നെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ദൈവസന്നിധി നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.